കൃഷ്ണദാസ് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം NTA എന്ന് പറയുന്ന ഫെഡറൽ സംവിധാനത്തിനെ കാർന്നു തിന്നുന്ന ഇന്ത്യയുടെ ബൗദ്ധിക മസ്തിഷ്കമാകേണ്ട ചെറുപ്പക്കാരുടെ പരീക്ഷാ അവസരങ്ങൾക്ക് മേൽ നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നൊരു ഏജൻസി. ആ NTA തുടർച്ചയായി ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുടെ നിഴലിൽ നിൽക്കുക. നിങ്ങൾക്ക് തന്നെ മാറ്റേണ്ടി വന്നു അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ. നോക്കൂ, അതിനുശേഷം UGCയുടെ നെറ്റ് പരീക്ഷ ചോർന്നു, UGCയുടെ CSIR പരീക്ഷ. അടുത്ത ഭാവി ഗവേഷണത്തിലൂടെ നമ്മുടെ ഗണപതിയുടെ കൊമ്പ് കണ്ടെത്തുന്നവരല്ല, യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ ഈ ഗവേഷണം നടത്തേണ്ട വിദ്യാർത്ഥികളെ നിശ്ചയിക്കുന്ന CSIR പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു, അത് മാറ്റിവെച്ചു. ഈ രാജ്യത്ത് ഇതൊന്നും കേട്ടുകേൾവിയില്ല അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. അങ്ങനെ അത്രമാത്രം ഗുരുതരമായ വീഴ്ച വരുത്തുന്ന ഈ NTA വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതായി ഇന്നു തന്നെ ചർച്ചയ്ക്കെടുക്കണമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിദ്യാർത്ഥികളോട് അല്പമെങ്കിലും നീതി പുലർത്താനുണ്ടായിരുന്നെങ്കിൽ, അവരുടെ കണ്ണുനീർ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ, അവരുടെ ആശങ്ക നിങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമായിരുന്നു അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്. അല്ല, അവിടെയാണ് പ്രതിപക്ഷം മറുപടി പറയേണ്ടത്. അവസരം കിട്ടിയിട്ടും എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അവർ ഉത്തരം പറയേണ്ടത്. അത് ഇതുവരെ അവർ ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞോളൂ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് പൂർത്തിയാക്കുന്നതിന് ഓഫ് ചെയ്തത് എന്തിനാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ മേശപ്പുറത്ത് ഓഫ് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മൈക്ക് ഓഫ് ചെയ്തു പോകുന്നതും ആ ഓഫ് ചെയ്തു പോകുമ്പോൾ തുടർന്ന് സംഭവിച്ചതും അതൊന്നുകൂടി നമുക്കൊന്ന് കാണാം. माइक मैं बंद नहीं करता हूं, पूर्व में भी आपको व्यवस्था दी थी, यहाँ कोई बटन नहीं होता। सर माइक को दे दीजिए। मैं आपको पूर्व में बता चुका हूं कि आप विषय राष्ट्रपति भाषण में रखें। अभी आपका सर, कोई हम रिकॉर्ड में नहीं जाएगा, इसलिए मेरा आग्रह है हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे। हाँ दें, आप सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम ज़रूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें। ठीक है, आप डेडिकेटेड डिस्कशन। अब बात यह है कि दो फोर्सेस हैं, एक तरफ नहीं माने കൃഷ്ണദാസ്, ആ പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിയുന്നതിന് മുമ്പ് മൈക്ക് ഓഫ് ചെയ്തിട്ട് സ്പീക്കർ പറയണം ബട്ടൺ എൻ്റെ കയ്യിലില്ലെന്ന്. സർ, ബട്ടൺ സ്പീക്കറുടെ കയ്യിലില്ല, പക്ഷേ അതവിടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ചേംബറിലാണ്. എല്ലാ അംഗങ്ങൾക്കും വീതിച്ചു നൽകിയിരിക്കുന്ന മൈക്കിൻ്റെ കൺട്രോൾ പാനൽ നിയന്ത്രിക്കുന്നത് ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും അത് പഴയതിലാണെങ്കിലും പുതിയതിലാണെങ്കിലും അത് അവിടെ ഒരു പാനൽ ഉണ്ടാവും. ആ പാനൽ ഓഫ് എഞ്ചിനീയേഴ്സാണ് അത് നിയന്ത്രിക്കുന്നത്. അതിന് നിർദ്ദേശം കൊടുക്കുന്നത് ആ സഭ നിയന്ത്രിക്കുന്ന അധ്യക്ഷനാണ്. ആ സ്പീക്കർ പറയാണ് എൻ്റെ കയ്യിൽ ബട്ടൺ ഇല്ല എന്ന്. എന്താണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഇത്? അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ വളരെ സുവ്യക്തമായിട്ട് ഞാൻ കേട്ടു. അരുൺകുമാർ കേട്ടില്ലെന്ന് വളരെ വളരെ മൂന്നാമത്തെ വാചകത്തിൽ മൈക്ക് ഓഫ് ചെയ്തു. പൂർത്തീകരിക്കാൻ എവിടെ? അത് വളരെ അദ്ദേഹം പറയുന്ന ഓരോ വാചകവും ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടു. പൂർത്തീകരിക്കാത്തത് എന്താണ്, കേൾക്കാത്തത് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ജിൻഡോന് പറയാൻ സാധിക്കായിരിക്കും എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഞാനും കേട്ടിട്ടുണ്ട്. മൈക്ക് ഓഫ് ചെയ്തിട്ടും താങ്കൾ ഇത് കേട്ടോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? മൈക്ക് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിൽ മൈക്ക് അദ്ദേഹം പറയുന്നത് മൈക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ മൈക്ക് ഓഫ് ചെയ്യാൻ ബട്ടണും ഇവിടെ ഇല്ല എന്ന് സ്പീക്കർ വ്യക്തമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി പറയുന്ന 4-5 വാചകങ്ങൾ ഞാൻ ഇവിടെ ഓഫ് ചെയ്യുന്ന ഘട്ടത്തിലെ വാചകമാണ് താങ്കൾ അവസാനം കേട്ടത്. ആ ഓഫ് ചെയ്തതിന് ശേഷമാണ് പ്രതിഷേധിക്കാൻ വേണ്ടി കോൺഗ്രസിലെ അംഗങ്ങൾ അപാരമാണ്. അക്കാര്യത്തിൽ എനിക്ക് വലിയ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഒരു നിമിഷം അരുൺ ഒരു മിനിറ്റ് അരുൺ ഒരു മിനിറ്റ്. അതായത്
അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ആളുകൾ മൈക്ക് എന്ന് പറഞ്ഞ് നിലവിളിച്ച ശേഷം അദ്ദേഹം സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ട്. അല്ലല്ല, മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷമാണ് പിന്നീട് പ്രതിഷേധം ഉണ്ടാകുന്നത്. മൈക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രതിഷേധിക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന എക്സ്പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മൈക്ക് ഓഫ് സർക്കാർ എന്നാണ്. Debate with Arun Kumar.